വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷൻസിലെ തേർഡ് സെമസ്റ്റർ ബികോമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ രണ്ട് ഇമ്പോർട്ടന്റ് സോഴ്സസ്, ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതിലെ റിലേറ്റ് ചെയ്തുള്ള പുതിയ രണ്ട് പ്രൊവിഷൻസ് ആണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് കുറെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു റിപ്ലൈ, അതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഡിബഞ്ചർ റിഡംഷൻ റിസർവും ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റും, അവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണം. അതിനുശേഷം പ്രോബ്ലത്തിലോട്ട് പോയാൽ മതി. സോ ഈ രണ്ട് കൺസെപ്റ്റിന്റെ കംപ്ലീറ്റ് ക്ലാരിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്പർ 1 ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, നമ്പർ 2 ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം, ആ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഒരു കമ്പനിക്ക് റിഡംഷൻ നടത്താൻ ഫണ്ട് വേണം. സോ അതിലെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ്, അല്ലെ, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിലാണ് നമ്മൾ സാധാരണ ആദ്യം പഠിച്ചിട്ടുണ്ട് എത്രയാണോ നമുക്ക് റിഡംഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വേണ്ടേ, ആ എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് വേണ്ടത് 1 lakh rupees ആണെങ്കിൽ 1 lakh rupeesനെ ഈക്വലന്റ് ആയിട്ട്, അല്ലെ, 1 lakh rupees ആണ് വേണ്ടതെങ്കിൽ ആ 1 lakh rupeesന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റിവെക്കും. അതിപ്പോ സെബി ഗൈഡ് ലൈൻസ് ആണെങ്കിൽ 18 monthsനേക്കാൾ കൂടുമ്പോൾ 50% മസ്റ്റ് ആണെന്നാണ് ആദ്യം പഠിച്ചത്. ദെൻ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുമ്പോൾ 100% നമുക്ക് മാറ്റിവെക്കണം. ഇത് ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വേറെ പുതിയൊരു പ്രൊവിഷൻ വന്നിരിക്കുന്നത് എന്താണ്, ഒരു കമ്പനി റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും 25% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചറിന്റെ എമൗണ്ടിന്റെ 25% എങ്ങനെ പോയാലും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് മസ്റ്റ് ആണ്. അപ്പോ ആ പേര് പറയുന്ന പോലെ തന്നെ അത് ഈ പറയുന്ന റിഡംഷന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫണ്ടാണ്. അപ്പൊ വേറൊരു പേർപ്പസിന് നമ്മളത് യൂസ് ചെയ്യില്ല. സോ അതിനാണ് നമ്മൾ DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പഠിച്ചത്. അപ്പോ ആദ്യം നമ്മൾ പ്രോഫിറ്റിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ DRR ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോ റിഡംഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ 25% ഓഫ് ദി ഫേസ് വാല്യൂ DRRലോട്ട് മാറ്റണം എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പോ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത നമ്പർ 1 പോയിന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള കാരണം അടുത്ത പോയിന്റ് ആണ്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റും പറഞ്ഞു, ഡിബഞ്ചർ റിഡംഷൻ റിസർവും പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ്? രണ്ടും രണ്ടാണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണതാണ്. ഓൺ ദി അതർ ഹാൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പുറത്ത് വേറൊരു അവന്യൂലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഔട്ട്സൈഡ് അവന്യൂലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടിഫൈ ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചില പബ്ലിക് ബാങ്കുകളിൽ, അങ്ങനെ കുറച്ച് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തുള്ള കുറച്ച് അവന്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്, അതിനെയാണ് പറയുക ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. എത്ര? 15%. അപ്പൊ എന്താണ് DRI? അപ്പൊ അതാണ് നെക്സ്റ്റ് ക്ലാരിറ്റി വേണ്ടതെന്ന് പറഞ്ഞേ. അപ്പൊ എന്താണ് DRR എന്ന് പറയുമ്പോൾ 25% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ എങ്ങനെ പോയാലും DRRലോട്ട് മാറ്റണം, മസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇവിടെ എത്രയാണോ നമ്മൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ടോട്ടൽ വാല്യൂ 1 lakh ആണെങ്കിൽ ആ 1 lakhന്റെ 25% ആണ് DRRലോട്ട് മാറ്റേണ്ടത്. അപ്പൊ ഞാൻ എന്തിനങ്ങനെ പറയാൻ കാരണം, ഇപ്പോ കമ്പനിയുടെ റിഡംഷൻ നടത്താൻ വേണ്ടി വരുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh rupees. ഇത് റിഡംഷൻ നടത്തുന്നത് ലംസം ആണെങ്കിൽ 1 lakhന്റെ 25% മാറ്റി. ഇനി ചില സമയത്ത് പീരിയോഡിക്കൽ ഡ്രോയിങ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ പറയുന്ന 1 lakh ഒരു 5 year ആയിട്ട് 5 years ആയിട്ടാണ് നമ്മൾ റിഡംഷൻ നടത്തണമെങ്കിൽ, ആനുവൽ ഡ്രോയിങ്സ് ആണെങ്കിൽ ഇപ്പോ 20,000 ഓരോ ഇയറിലും കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാം, റിഡംഷൻ നടത്താം. അങ്ങനെയാണെങ്കിലും എത്രയാണോ നമുക്ക് ടോട്ടൽ റിഡംഷൻ വേണ്ടേ ആ എമൗണ്ടിന്റെ 25% ആണ് അവിടെ DRRലോട്ട് മാറേണ്ടത്. അപ്പൊ ഞാൻ എന്തിനത് ഇങ്ങനെ വീണ്ടും പറയാൻ കാരണം, ബിക്കോസ് DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് വന്നപ്പോൾ പലവർക്കും ഒരു കൺഫ്യൂഷൻ വന്നു. കാരണം ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ ഈ ഒരു കൺസെപ്റ്റ് അല്ല, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളതാണ് പറയണം. അപ്പൊ എന്താണ് DRI? ഒരു കമ്പനി
റിഡംഷൻ നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോ ഏത് ഇയറിലാണോ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഏത് ഇയറിലാണോ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ഏപ്രിൽ 30 മുമ്പ്, ആ ഫിനാൻഷ്യൽ ഇയർ ഏതാണോ ആ ഫിനാൻഷ്യൽ ഇയറിലെ ഏപ്രിൽ 30 മുമ്പ് എത്രയാണോ നമ്മൾ റിഡംഷൻ നടത്തുന്നത്, ആ ഇയറിൽ എത്രയാണോ റിഡംഷൻ നടത്തുന്നത് ആ എമൗണ്ടിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് നമ്മൾ മാറ്റണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനെയാണ് പറയുക DRI. അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത? ഇപ്പോ DRR നമ്മള് ഫേസ് വാല്യൂമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ എമൗണ്ട്. പക്ഷേ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു 1 lakh ആണ് റിഡംഷൻ നടത്താനുള്ളത്. അപ്പൊ ഈ 1 lakh റിഡംഷൻ നടത്തേണ്ടത് ലംസം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ലംസം മെത്തേഡ്, അപ്പൊ ലംസം മെത്തേഡിലാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. ഞാൻ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ എന്താണ് ഇയറിന്റെ അല്ലെങ്കിൽ 31st March ഡേറ്റ് പറയാണ്. 31st March 2020 ആണെങ്കിൽ അപ്പൊ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് എപ്പോഴായിരിക്കും? 1st April 2019 അല്ലെ? 1st April 2019 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ 31st March ഞാൻ 1 lakh rupees റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ April 1st 30th April 2019 ഇടയിൽ ഈ ഒരു മാസത്തിന്റെ ഗ്യാപ്പ്, മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 30 April വരെയാണ്. അതിനുള്ളില് നമ്മള് ഈ പറയുന്ന 1 lakh rupees അല്ലേ നമ്മൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള 1 lakh rupeesന്റെ 15% എമൗണ്ട് ഔട്ട്സൈഡ് ഏതെങ്കിലും ഒരു അവന്യൂല് ഇൻവെസ്റ്റ് ചെയ്യണം. അതിനെയാണ് പറയാ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എന്താണ് ഇവിടെ പ്രത്യേകത? ഈ ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പീരിയോഡിക്കൽ ഡ്രോയിങ്സിനുള്ള സാധ്യതയുണ്ട്. അപ്പോ 20,000 ആണ് ഒരു ഇയറിൽ നമ്മൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ 31st March 2020 നമ്മൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 20,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 15% മാറ്റേണ്ടി വരാ. ഈ പറയുന്ന 20,000ന്റെ 15% എമൗണ്ട് ആണ് നമ്മള് 30th April മുമ്പ് DRIയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റണ്ടേ. അപ്പൊ എന്താണ് പ്രത്യേകത DRRന്റെയും DRIയുടെയും? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് വാല്യൂ, എപ്പോ വേണമെങ്കിൽ റിഡംഷൻ ആയിക്കോട്ടെ, ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ 25% ആണ് DRRലോട്ട് മാറണ്ടേ. ഓൺ ദി അതർ ഹാൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലോ എത്രയാണോ എമൗണ്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറില് 30th April മുമ്പ് ആ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള എമൗണ്ടിന്റെ 15% നമ്മള് ഔട്ട്സൈഡ് അവന്യൂല് ഇൻവെസ്റ്റ് ചെയ്യണം. നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഔട്ട്സൈഡ് അവന്യൂല് ഇൻവെസ്റ്റ് ചെയ്യണം 15%. ഓക്കെ, അതാണ് DRI എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി ആ ഒരു പോയിന്റിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം പറഞ്ഞത് കമ്പനി ഷാൽ ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ ഈക്വലന്റ് ടു അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ബിഫോർ ദി ഡിബഞ്ചർ റിഡംഷൻ കമൻസസ്. അപ്പൊ DRRന്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കണേ? റിഡംഷൻ നടത്തുന്നതിനേക്കാൾ മുമ്പ് 25% DRRലോട്ട് മാറ്റണം, അത്രേ ഉള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ every company required to create debenture redemption reserve. അത് മറ്റേ DRR അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഡിബഞ്ചർ റിഡംഷന് വേണ്ടിയുള്ള റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ഷാൽ ഓൺ ഓർ ബിഫോർ ദി 30th April in each year. അപ്പൊ എന്താ പറയണേ? ഓൺ ഓർ ബിഫോർ 30th April in each year. ഏപ്രിൽ 30 മുമ്പ് invest or deposit a sum which shall not be less than 15% of the amount of its debenture maturing during the year ending. അപ്പൊ നോട്ട് ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ എത്രയാണോ നമ്മള് മെച്യൂർ ചെയ്യാൻ തീരുമാനിച്ചില്ല, റിഡംഷൻ നടത്താൻ ഡ്യൂറിംഗ് ദി ഇയർ എൻഡിങ് ഓൺ ദി 31st March ഓഫ് ദി
next year in any one or more of the following methods. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞുള്ള ഇതിപ്പോ 2019 ആണ്. 2020 മാർച്ചിന് മുമ്പ് നമ്മള് റിഡംഷൻ നടത്താൻ എത്രയെങ്കിലും എമൗണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന്റെ 15% ആണ് നമ്മള് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റേണ്ടത് ഔട്ട്സൈഡ് അവന്യൂല്. അപ്പോ അതാണ് DRRന്റെയും DRIയുടെയും ഡിഫറൻസ്. ക്ലിയർ ആണോ? അപ്പോ DRI എന്ന് പറയുമ്പോ അടുത്ത കൊല്ലം, ഏത് കൊല്ലാണോ നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന ഇയറില് 31 മാർച്ചിന് മുമ്പ് നമ്മള് ഈ പറയുന്ന റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, അതിപ്പോ പീരിയോഡിക്കൽ ഡ്രോയിങ്സ് ആകുമ്പോ 20,000 ലംസം ആണെങ്കിൽ ഫുൾ എമൗണ്ട്. അപ്പോ ആ എത്രയാണോ എമൗണ്ട് ആ എമൗണ്ടിന്റെ 15% DRIയിലോട്ട് മാറ്റണം. ഓൺ ദി അതർ ഹാൻഡ് DRR എന്ന് പറയുമ്പോഴോ DRR എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ 25% ആണ് നമ്മളിവിടെ മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി DRRന്റെ കേസ് നമുക്കറിയാം, DRR ഫൈനലി ജനറൽ റിസർവിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമുക്ക് തിരിച്ചു പൈസ കിട്ടും. ചിലപ്പോൾ അത് ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരിക്കും കിട്ടുക. ഇപ്പൊ നമ്മള് 1 lakhന്റെ 15% DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റില് ഇൻവെസ്റ്റ് ചെയ്തു ഒരു ഔട്ട്സൈഡ് അവന്യൂല്. ദെൻ നമുക്ക് റിഡംഷന് മുമ്പ് ആ എമൗണ്ട് നമുക്ക് എൻകാഷ് ചെയ്യാം അല്ലെ, പൈസ തിരിച്ചു കിട്ടും. അപ്പോ അത് തിരിച്ചു കിട്ടുമ്പോ ഇപ്പൊ നമ്മൾ ഒരു കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് അടക്കം കിട്ടും. അപ്പോ ആ എമൗണ്ട് നമുക്ക് പിന്നെ റിഡംഷന് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ അതാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത. അപ്പൊ ആദ്യം നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ എന്താ എൻട്രി വരാ? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ടു ബാങ്ക് എന്ന് എഴുതി ഒരു അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം പൈസ കിട്ടുമ്പോ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു DRI എന്ന് എഴുതി നമുക്ക് പൈസ തിരിച്ചു കിട്ടും. അപ്പൊ ഇതാണ് DRIയുടെയും DRRന്റെയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ DRI ഔട്ട്സൈഡ് അവന്യൂ ഇൻവെസ്റ്റ്മെന്റ്, DRR നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. Then DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണത് മസ്റ്റ് ആണ്. 25% ഓഫ് ദി ഫേസ് വാല്യൂ അതിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓൺ ദി അതർ ഹാൻഡ് ഇൻ ദി കേസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ മെച്യൂർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ എമൗണ്ടിന്റെ 15% ആണ് 30th ഏപ്രിലിന് മുമ്പ് നമ്മൾ 15% മാറ്റേണ്ടത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ ഞാൻ വീണ്ടും പറയാനുള്ള കാരണം കുറെ കുട്ടികൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടില്ല, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. നോ പ്രോബ്ലം. ഇനി പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദി കൺസെപ്റ്റ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഡൗട്ടും ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ കാരണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. So this is Kiran CS signing off. Have a nice day. Thank you.